ഹായ് ഫ്രണ്ട്സ്, നമുക്ക് മഴക്കാലത്ത് കഴിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പലഹാരങ്ങളിൽപ്പെട്ട ഒന്നാണല്ലോ ബജികൾ. നമുക്ക് ബജി ഉണ്ടാക്കിയാലോ? ബജി ഉണ്ടാക്കാനായിട്ട് കടലമാവ് 1 കപ്പ് എടുക്കുക. 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഒരു ക്രിസ്പിനെസ് കിട്ടാനും കുറച്ച് കോട്ടിങ് നല്ല രീതിയിൽ പിടിക്കാനുമാണ് അരിപ്പൊടി നമ്മൾ ചേർക്കുന്നത്. പിന്നെ എരിവിനനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് രുചി ഒന്ന് കൂട്ടാനായിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും സവോളയും ചെറുതായി ചോപ്പ് ചെയ്തതും ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അധികം ഒന്നും വേണ്ട, 2 നുള്ള ചെറുതായിട്ട് ഇട്ടാൽ മതി. ബേക്കിംഗ് സോഡയുടെ ടേസ്റ്റ് ലീഡ് ചെയ്താൽ അത്ര രുചി ഉണ്ടാകത്തില്ല. പിന്നെ നമുക്ക് മെയിനായിട്ട് ചേർക്കേണ്ട കായം പൊടിയാണ്. കായം പൊടി നമുക്ക് കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ചേർക്കുക. നന്നായി മിക്സ് ചെയ്ത് അധികം ലൂസല്ലാത്ത നമ്മൾ ബജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ അതിൽ ശരിക്കും കോട്ടിങ് പിടിക്കുന്ന രീതിയിലുള്ളൊരു ബാറ്റർ തയ്യാറാക്കുക. അപ്പം മുട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ കായ് ബജിക്കുള്ള പഴുത്തിവാഴയുടെ കായും അതുപോലെ ഏത്തവാഴയുടെ കായുമാണ് ബജി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. പിന്നെ കുറച്ച് പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് കനം കുറച്ച് സ്ലൈസ് ചെയ്ത്. കായയും ഉരുളക്കിഴങ്ങും എപ്പോഴും നല്ല കനം കുറച്ച് തന്നെ എടുക്കുക. കാരണം നന്നായിട്ട് കുക്കായി വരാനുണ്ട്. തീ എപ്പോഴും ഒരു മീഡിയം തീ വയ്ക്കുക. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ്. മുട്ട ബജി നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു എരിവിന് വേണ്ടിയിട്ട് മുട്ടയുടെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമ്മൾ ഈസി ആയിട്ടുള്ളൊരു ചട്നി, കുറച്ച് മുളക് പൊടി, ഉപ്പ്, വിനാഗിരി, കുറച്ച് സവോള ചോപ്പ് ചെയ്ത്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അധികം ലൂസാകാത്ത രീതിയിൽ ഒരു ചട്നിയും കൂടി തയ്യാറാക്കുക. എൻജോയ് ബജി വിത്ത് ചട്നി.